ഹലോ എവരിവൺ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് നോളജിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അറിവ് എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും വിജയിക്കാൻ വേണ്ട ഒരു പ്രധാന ഘടകമാണ് അറിവ്. നമുക്ക് അവിടെ നോളജ് ഉണ്ടാവണം. നമ്മൾ നിൽക്കുന്ന ഇൻഡസ്ട്രി എന്താണെങ്കിലും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോളജ് ഉണ്ടാവണം. പക്ഷേ ഈ നോളജ് ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് കാര്യമില്ല. ആ നോളജ് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പവർഫുൾ ആകുന്നത് നമ്മളത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴാണ്. എങ്ങനെ അത് പവർഫുൾ ആകുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു കഥയായിട്ട് പറഞ്ഞുതരാം. അതായത് ഒരു ഹോട്ടലിൽ ഒരു ഷെഫ് ഉണ്ടായി. ഈ ഷെഫിന് നമുക്ക് ജാൻവി എന്ന് വിളിക്കാം. ഒരു ലേഡി ഷെഫാണ്, നമുക്ക് ജാൻവി എന്ന് വിളിക്കാം. അപ്പോൾ ഈ ജാൻവിയെ സംബന്ധിച്ച് ആൾക്ക് ഭയങ്കരമായിട്ട് ഒരു നല്ലൊരു ഷെഫാണ്. ആൾക്ക് ഭയങ്കരമായിട്ട് കുക്കിംഗ് ഒക്കെ അറിയാം, പലതരത്തിലുള്ള റെസിപ്പീസ് കാര്യങ്ങളൊക്കെയും അറിയാം. ഭയങ്കരമായിട്ടുള്ള നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഷെഫ് തന്നെയാണ്. അങ്ങനെ ആളെ സംബന്ധിച്ച് ആൾക്ക് പക്ഷേയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ആൾ തന്നെ നോക്കണം. ആൾ ഈ പറയുന്ന ആൾക്കറിയുന്ന നോളജ് അല്ലെങ്കിൽ എന്താ പറയുക റെസിപ്പീസ് അല്ലെങ്കിൽ എങ്ങനെ ഒരു നല്ല രീതിയിൽ കുക്ക് ചെയ്യണം അല്ലെങ്കിൽ നല്ല രീതിയിൽ എങ്ങനെ ഒരു ഫുഡ് ഉണ്ടാക്കണം ഇതിനെക്കുറിച്ചൊന്നും കൂടെയുള്ള മറ്റു മെമ്പേഴ്സിനൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല. ആളുടെ ഇത് മറ്റുള്ളവർ ചോർത്തിയെടുത്താലോ അല്ലെങ്കിൽ ആൾക്ക് പണി കൊടുത്താലോ എന്നുള്ളൊരു ചിന്താഗതിയിൽ, ആളേക്കാൾ വളർന്നാലോ എന്നുള്ളൊരു ചിന്താഗതിയിൽ ആളാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ടായില്ല. അങ്ങനെ ആ റെസ്റ്റോറൻറ്റ് നോർമലി ഉള്ള ഒരു എന്താ പറയുക ഹോട്ടൽ പോലെ തന്നെ ഇങ്ങനെ വളർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇടയ്ക്കാണ് പുതിയൊരു ഷെഫും കൂടി അവിടേക്ക് വരുന്നു. ജാൻവിക്ക് കൂട്ടായിട്ട് വേറൊരു ഷെഫും കൂടി. ആളെ നമുക്ക് ജോൺ എന്ന് പറയാം. ആളും ഇതേപോലെ ജാൻവിയെ പോലെ നല്ലൊരു ഷെഫാണ്. ആൾക്കും ഇതേപോലെ ഭയങ്കരമായിട്ടുള്ള നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ അറിയാം. അതുപോലെ തന്നെ ഒരുപാട് റെസിപ്പീസൊക്കെ അറിയുന്ന ഒരു ഷെഫ് തന്നെയാണ്. അടിപൊളി ഷെഫുമാണ് ആൾ. പക്ഷേ ആളെ സംബന്ധിച്ച് ജാൻവിയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ആൾ കൂടെയുള്ളവർക്കും തനിക്കറിയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. അവരെയും നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ ഈ ജോൺ ശ്രമിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു. ജോൺ വന്നതിന് ശേഷം അവിടെ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുന്നു. അതായത് കൂടെയുള്ള സ്റ്റാഫുകളാണെങ്കിലും നല്ല രീതിയിൽ എന്താ പറയുക ഫുഡ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ കാര്യത്തിനാണെങ്കിലും ഒക്കെയും ഹെൽപ്പ് ചെയ്യുന്നു. നല്ല രീതിയിലുള്ള ഒരു സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ ആ ഒരു ടീമിന് അവിടെ സാധിക്കുന്നു. ആ ഒരു ഹോട്ടലിൽ ആ ഒരു ടീമിന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പീസ് അല്ലെങ്കിൽ ഇവിടുത്തെ നല്ല ഫുഡിൻ്റെ മഹിമ കസ്റ്റമൈസ് ത്രൂ മറ്റുള്ളവരിലേക്ക് എത്തി അങ്ങനെ ഒരു പബ്ലിസിറ്റി ഇവിടെ ക്രിയേറ്റ് ആകുന്നു. അതുപോലെ തന്നെ ജോൺ എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ ഒരു ഫെയിമും ക്രിയേറ്റ് ആയിട്ടൊക്കെ വരുന്നു. അതായത് ജാൻവി ജോണിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതായത് ആൾ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ അവിടെ വരുന്നു. അതുപോലെ തന്നെ ജോണും തന്നേക്കാൾ മെച്ചപ്പെട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ജോണിന് അവിടെ ഫെയിം ക്രിയേറ്റ് ആകുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു ടീം, ആ ഒരു ഹോട്ടലിലെ ആ ഒരു റെസ്റ്റോറൻറ്റിലെ ആ ഒരു ടീം വർക്ക് നല്ല രീതിയിൽ ഡെവലപ്പായി വരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ഫുഡ് എല്ലാവർക്കും കുറച്ചുകൂടെ ബെറ്ററായി വരുന്നു. അതുപോലെ തന്നെ അതിനനുസരിച്ച് കസ്റ്റമൈസ് തന്നെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് കുറച്ചുകൂടെ കൂടുതൽ ലീഡ്സ് അവിടേക്ക് വരുന്നു. നല്ല രീതിയിൽ ആ ബിസിനസ് വളർന്നു വരുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ജാൻവിയുടേതായ റെസിപ്പീസ്, ജാൻവിക്ക് അറിയുന്ന കാര്യങ്ങളും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഷെയർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ഉള്ള വളർച്ചയേക്കാൾ വലിയൊരു വളർച്ച അവിടേക്ക് വരികയും അവിടെ വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് ബിസിനസ്സിൽ അവർ ഇത്രയും നാളും കണ്ടിട്ടില്ലാത്ത വലിയൊരു ഗ്രോത്തിലേക്ക് ആ ഒരു റെസ്റ്റോറൻറ്റ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് യാഥാർത്ഥ്യത്തിൽ ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊരു കഥയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളൊരു ഫാക്ടറാണ് ഞാൻ പറയുന്നത്. വാട്ട് ഈസ് ദ മോറൽ ഓഫ് ദി സ്റ്റോറി? അതായത് നമ്മുടെ കയ്യിൽ നോളജ് ഉണ്ട്, നമുക്കറിയാം അല്ലേ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം നമുക്ക് മെച്ചപ്പെടാൻ കഴിയില്ല. അതേസമയം നമ്മൾ കൂടെ ഉള്ളവർക്കും നമ്മുടെ ടീമിലുള്ള ആളുകൾക്കും നമുക്കറിയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ അവർക്കും പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, അവർക്കും മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ, ആ നോളജ് അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എടുക്കേണ്ട പണിയുടെ അളവ് കുറയും. ഓക്കെ, ഇപ്പം ജാൻവി തുടക്കത്തിൽ തന്നെ കൂടെ ഉള്ളവർക്ക് ഇതേപോലെയുള്ള അറിയുന്ന കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ ജാൻവി ഒറ്റയ്ക്ക് അവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. അവരെല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തേനെ. ഈ പറയുന്ന ജോൺ വരുന്നതിന് മുമ്പേ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്തിലേക്ക് ആ ഒരു റെസ്റ്റോറൻറ്റ് എത്താൻ പറ്റുമായിരുന്നു. അപ്പോൾ ജോണിൽ നിന്ന് പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ടീം വർക്ക് നല്ല രീതിയിൽ സക്സസ്ഫുള്ളായി മാറണമെന്നുണ്ടെങ്കിൽ നമുക്കറിയുന്ന അല്ലെങ്കിൽ ലീഡറായിട്ടുള്ള വ്യക്തിക്ക് അറിയുന്ന ആ കൂട്ടത്തിൽ ആർക്കാണോ നല്ല നോളജ് ഉള്ളത് അവർ മറ്റുള്ളവരുമായിട്ട് അവരുടെ അറിവുകളെ ഷെയർ ചെയ്യുക. നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മുടെ ടീമിലുള്ള മെമ്പേഴ്സുമായിട്ട് മാക്സിമം ഷെയർ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ടീം വർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്യുന്ന വർക്കിൽ വലിയൊരു ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ, നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് നമുക്കറിയുന്ന നോളജ് നമ്മൾ മാത്രം അറിഞ്ഞിരിക്കുക എന്നുള്ളൊരു ചിന്താഗതിയാണെന്നുണ്ടെങ്കിൽ അതൊരു കാരണവശാലും നിങ്ങളെ വലിയ ഗ്രോത്തിലേക്ക് എത്തിക്കത്തില്ല. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രഷർ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടേണ്ടിയും വരും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ നോളജ്, നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളെ, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം അത് നിങ്ങളുടെ ടീം മെമ്പേഴ്സിന് മാക്സിമം പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളിരിക്കും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എങ്ങനെയൊക്കെയോ മുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉടനെ താഴോട്ട് പോകാനുള്ള ചാൻസും കൂടുതലാണ്. സോ വർക്ക് കുറച്ചുകൂടെ സിമ്പിളാക്കുക. നിങ്ങൾ നല്ലൊരു ടീം വർക്ക് ഡെവലപ്പ് ചെയ്യുക, നോളജ് മാക്സിമം ഷെയർ ചെയ്യുക.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ വിഷ് യു ഓൾ സക്സസ് ഇൻ യുവർ ലൈഫ്. ഇറ്റ്സ് മീ സെയ്ദ്.